ഹേ സിനിഫയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3 പറ്റിയാണ്. സിനിമയുടെ മോർണിംഗ് ഷോ ഒക്കെ തുടങ്ങുന്നത് രാവിലെ 8 മണിക്കാണ്. പിന്നെ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് 9, അതായത് ഇന്നേ ദിവസം വൈകിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഒരു ഓഡിയോ ലോഞ്ച് പരിപാടിയിലൂടെയൊക്കെ ആയിരിക്കും സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യം 3യുടെ മറ്റ് അതിലെ മെയിൻ കണ്ടൻറ്റിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ എന്തായാലും സിനിമ എന്തായാലും ഗംഭീരം തന്നെ ആവട്ടെ. ഇപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ അതിൻ്റെ നടക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അവരുടെ ഉള്ള ഇൻ്റർവ്യൂസ്. അപ്പോൾ എന്തായാലും ദൃശ്യം 3 പൊളിക്കട്ടെ. എല്ലാവരും കാത്തിരുന്ന ചിത്രമാണ് ദുരന്തർ 2 അഥവാ ദുരന്തർ ദ റിവെഞ്ച് എന്ന ഈ ചിത്രം നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന മെയ് 14 ഏതാണ്ട് 5ഓളം ഭാഷയിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിൻ്റെ സെൻസറിങ് ഓൾറെഡി കഴിഞ്ഞാണ്. 2 മണിക്കൂർ 30 മിനിറ്റാണുള്ളത്. അവർ പിന്നെ സെൻസർ ചെയ്ത് 2 മണിക്കൂർ 32 മിനിറ്റ് ആക്കിയുണ്ട്. ഏതാണ്ട് ഒരു 2 മിനിറ്റിൻ്റെ ക്ലിപ്പ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇന്നേ ദിവസം വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കറുപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സൂര്യയുടെ ബിഗസ്റ്റ് കംബാക്ക് തന്നെ ആവട്ടെ. നമ്മുടെ ലാലേട്ടൻ നമ്മുടെ കാട്ടാൻ എന്ന സിനിമയുടെ ഹണ്ടർ ആന്തം എന്ന ഒരു സോങ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ സോങ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ പ്രേമലൂല പഴയ കോംബോ വീണ്ടും വരികയാണ്. നമ്മുടെ സംഗീത് പ്രതാപും മമിത ബൈജും ഓൾറെഡി ഒരു വർഷം മുന്നേയൊക്കെ അനൗൺസ് ചെയ്ത ചിത്രമാണ്. സിനിമ അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പൂജയൊക്കെ നടന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. ബേസിൽ ജോസഫ് ഈ മെയ് മാസം തൂക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിനിമ ഇപ്പോൾ മെയ് 14 റിലീസ് ചെയ്യുന്ന സിനിമയുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ക്ലീൻ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.